നട്ടൽ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, വച്ച് പിടിപ്പിക്കാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊരു മാറ്റമില്ല. നിങ്ങളിപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ റിപ്പോർട്ട് ചാനലിൽ നമ്മുടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേരെ പേടി സ്വപ്നം എന്നൊക്കെ പറയാം. ഇപ്പോൾ വേണമെങ്കിൽ ഒരുപാട് പേരെ പേടി സ്വപ്നം എന്നൊക്കെ പറയാം. തല്ലിക്കാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് ഒരു പേടി സ്വപ്നമായി ഇപ്പോൾ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് വേടൻ എന്ന് പറയുന്ന ഒരു സാധനം. ആ ഒരു മുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിന്ന് റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, തുറന്നടിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്നും തുറന്നടിച്ച് അദ്ദേഹം പറയുന്നൊരു ഇൻ്റർവ്യൂ. അതിൻ്റെ ഓരോ ക്ലിപ്പുകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ ഒരു ക്ലിപ്പുകൾ കണ്ടിട്ട് നിങ്ങൾ പോയിട്ട് അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത് കാണൂല. കട്ട് ചെയ്യൽ പണ്ടേ ശീലമായ ആൾക്കാരാണ് ഈ കട്ടിങ്. അതുകൊണ്ട് അത് ഇനി അവിടെ പോയി കഴിഞ്ഞാൽ കാണൂല. കാരണം ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തവനൊരു നിലപാടുണ്ട്, ഒരു നട്ടലുണ്ട്. എന്നാൽ അത് എടുത്തവർക്ക് അതില്ല എന്നുള്ള തെളിയൽ ഏറ്റവും വലിയൊരു തെളിയലായി പോയി. അത് എന്തുകൊണ്ട് കളഞ്ഞു എന്നുള്ളത് അറിയില്ല. പല കാര്യങ്ങളും ഞാനൊരു ക്ലിപ്പ് കാണിച്ചു തരാം, നിങ്ങൾക്ക് കുറച്ച് ക്ലിപ്പുകൾ കാണിച്ചു തരാം. നിങ്ങൾ പോയിട്ട് ആ ഒരു ചാനലിൽ ഈ ഒരു ഇൻ്റർവ്യൂ സെയിം ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഈ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയോ. രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രാമൻ അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ ഞാനൊരു ദൈവവിശ്വാസിയല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ ഞാൻ എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ്. ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. എനിക്ക് അതിനങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം ആ അടി വീണാക്കുന്നത് ആദ്യം ദളിതരഞ്ജത്താണെന്നേ. ഈ RSSന്റെ ഈ സവർണ്ണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പോൾ ഒരു പുള്ളിക്കാരെ ഈ അടുത്ത ഇന്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞു കേട്ടു. കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിനെ ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരൻ അത് പറയുന്നത്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ RSSന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെ മേത്തല്ല, അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത്. അപ്പൊ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവല്ലോ. ചേട്ടൻ മനസ്സിലാവില്ലല്ലോ, അടി വാങ്ങിയത് ഞാനല്ലേ. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ഉണ്ടാതിരിക്കാൻ പറ്റില്ല. അത് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ ഭയക്കുന്നു. ചില ഭീഷണിയൊക്കെ വന്നിരുന്നു കേട്ടു. അത് ഇടക്കിടക്ക് വരുന്നുണ്ട്. യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം പാലക്കാട് വന്ന് അടിക്കുമെന്നൊക്കെയാണ്. അതൊന്നും അടിക്കാൻ പോകില്ല. പക്ഷെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഞാനതിൽ എനിക്ക് സന്തോഷമുണ്ട്. കുറച്ച് ആൾക്കാർ ഇതിൽ അസ്വസ്ഥപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത്, പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്നൊക്കെ. സോറിയാണ് തൃശ്ശൂർക്ക് ഒരു തെറ്റുപറ്റി. അത് കേൾക്കുന്ന സമയത്തൊക്കെ എന്താ തോന്നുക വേടനെ സംബന്ധിച്ച്? ഇങ്ങനെയുള്ള ഈ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുള്ളൂ. എനിക്ക് സഹതാപമാണെന്നേ തോന്നുക. എനിക്ക് ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരവസ്ഥയാണ്. പക്ഷേ അത് കാരണം എന്താണെന്നറിയോ, നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് മനസ്സിലാവാത്തോണ്ടാണെന്നാണ് ചിലപ്പോൾ ഞാൻ വിചാരിക്കും. ചിലപ്പോൾ ഞാൻ പൊട്ടനാണോ ഇനി? എനിക്കത് മനസ്സിലാവുന്നില്ലെന്നേ. പിറവിയാൽ ഒരു മനുഷ്യൻ സമൂഹത്തിലുള്ള ഇന്ന കുറച്ച് ആൾക്കാരേക്കാൾ ഉയർന്നവനാണ് എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒരു വിധത്തിൽ ഞാൻ വായിച്ചങ്ങനെ ഒരു പുസ്തകത്തിൽ റിപ്പീറ്റ് അടിച്ച് കണ്ടാലും എന്തോരം നിർത്തി കണ്ടാലും എവിടെയൊക്കെ പോയി ആ ചാനലിൽ പോയി സെർച്ച് ചെയ്താലും അത് നിങ്ങൾ കാണൂല. ഈ ഒരു ക്ലിപ്പുകൾ കാണൂല. കാരണം ഉണ്ടല്ലോ, അത് പണ്ടേ കട്ട് ചെയ്തു. എന്ത് കാരണത്തിന്? എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാരണമാണ്. ഇദ്ദേഹത്തിനെ ഭയപ്പെടുന്ന കുറച്ച് പേരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഭയപ്പെടുന്നവരും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ പാട്ടിലൂടെയാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരോക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തം പബ്ലിക്കായിട്ടൊന്നും ഇങ്ങനെ പറയൂലായിരുന്നു. ഇന്ന് പബ്ലിക്കാക്കി പറയിപ്പിച്ചു എന്ന് തന്നെ പറയാം. പബ്ലിക്കായിട്ട് പറഞ്ഞു. അത് എടുക്കാൻ ഒരു ചാനൽ തുനിഞ്ഞു വന്നു. ആ ചാനൽ തുനിഞ്ഞു വന്നു, അത് ഇൻ്റർവ്യൂ എടുത്തു. മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും, ഞാൻ കാണിച്ച ക്ലിപ്പിലെ പല കാര്യങ്ങളും അതിൽ നിന്ന് കട്ട് ചെയ്തു. എന്ത് കാരണത്തിന്? ഞാനതാ പറഞ്ഞ അത് പറയാൻ കാണിച്ച, അല്ലെങ്കിൽ അതിന് നട്ടലോടുകൂടി ആണൊരുത്തൻ നല്ല ഉശിരോടുകൂടി അതിൻ്റെ ക്യാമറകളുടെ മുന്നിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് അത് പറഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് ഇറക്കി അതിന് നിമിഷങ്ങൾ കൊണ്ട് അത് കട്ട് ചെയ്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടലില്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ പാടില്ല ആ പണിക്ക്. അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. ഞാൻ അത്രേ പറയണു, ആ പണിക്ക് നിൽക്കരുത്. കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടവരുണ്ടാവും, ഇന്ന് ക്ലിപ്പുകളിലൂടെ കാണുന്നവരുണ്ടാവും. അത് ഏതൊക്കെ നിമിഷം കൊണ്ട് പോകുമെന്ന് എനിക്കറിയില്ല. കട്ടായിക്ക് സാധനം ഒരുപാട് കോപ്പിറൈറ്റും അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് റിപ്പീറ്റ് ഇപ്പം ഇത് തന്നെ എപ്പോഴാണ് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, അത് പോകും. എന്നാലും ഈ അദ്ദേഹത്തിൻ്റെ നിലപാട് അടിക്കേണ്ടോട് തന്നെ അടിച്ചു, കൊള്ളേണ്ടോട് തന്നെ കൊണ്ടു. അതുകൊണ്ടായിരിക്കാം മണിക്കൂറുകളോളം കൊണ്ടും അത് കളഞ്ഞത്. ഇനി കളഞ്ഞവൻ എന്ത് കിട്ടി, കളഞ്ഞവൻ എന്ത് കൊടുത്തു, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ന്യൂസ് ചാനലിലും അതിലൊക്കെ പബ്ലിക്കായിട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, പറ്റില്ലാത്ത പണിക്ക് നിൽക്കരുത്.
അദ്ദേഹത്തിന് പറ്റുന്നതുകൊണ്ടാണല്ലോ ഇന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അതിനങ്ങോട്ട് ഉയർത്തി പൊക്കി പിടിച്ച് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് ആ പറ്റാത്ത പണിക്ക് നിൽക്കരുത്. മുട്ട മുക്കി, ആ മുട്ട അത് മുക്കി.